CPM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള വടക്കഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം നടന്നു. മുടപ്പിലൂർ പങ്കജ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ PK വിശ്വനാഥൻ നഗറിൽ വെച്ച് CPM സംസ്ഥാന സമിതി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയിലെ ദൗർബല്യങ്ങൾ തിരുത്തി കൂടുതൽ ശക്തമായി വരും കാലങ്ങളിൽ പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് CK രാജേന്ദ്രൻ പറഞ്ഞു. രാജ്യത്തെ ഏതൊരു പൗരനും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടിയിലും അതുപോലെയാണെന്നും CK രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു. സാമൂഹ്യസ്ഥിതി പരിശോധിച്ചുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏത് രീതിയിലുള്ള നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നത് സംബന്ധിച്ചല്ല കൃത്യമായ ധാരണയോടുകൂടി ആ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സാർവദേശികമായി നമ്മൾ കാണുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വം പ്രചരിപ്പിച്ചതുണ്ടായിരുന്നു. ഇനി ഏകത്വ ലോകം, മുതലാളിത്ത ലോകം മാത്രമാണ്. ആ ഏകത്വ ലോകം നടപ്പിലാക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങൾ എല്ലാ ശ്രമങ്ങളും നടത്തും. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലനിൽപ്പ് എന്ന് പറയുന്നത് യുദ്ധോപകരണങ്ങളുടെ വിൽപ്പന നടത്തിക്കൊണ്ടാണ്. അവരുടെ സാമ്പത്തിക സ്രോതസ്സാണ്. സമ്പത്ത് വർദ്ധിപ്പിക്കാൻ അതാണ് അമേരിക്ക കണ്ടുപിടിച്ച മാർഗം. അതുകൊണ്ട് തന്നെ ലോകത്ത് ഒരു യുദ്ധമുണ്ടാവണം, യുദ്ധത്തിന്റെ പ്രതീതി ഉണ്ടാകണം. ഇതാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ധാരാളമുള്ള അമേരിക്ക സമാധാനത്തിന്റെ ഭാഗത്ത് നിൽക്കാനല്ല പലപ്പോഴും ശ്രമിച്ചത്. KN സുകുമാരൻ അധ്യക്ഷനായി. മുതിർന്ന നേതാവ് CT കൃഷ്ണൻ പതാക ഉയർത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TM ശശി, P മമ്മിക്കുട്ടി, S അജയകുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PP സുമോദ് MLA, CK ചാമുണ്ണി, ഏരിയ സെക്രട്ടറി T കണ്ണൻ, R ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിക്ക് പങ്കജ ഓഡിറ്റോറിയത്തിന് സമീപത്തു നിന്നും റെഡ് വളണ്ടിയർ മാർച്ചും റാലിയും നടക്കും. തുടർന്ന് മുടപ്പിലൂർ ടൗണിൽ നടക്കുന്ന പൊതുസമ്മേളനം CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. ഏരിയയ്ക്ക് കീഴിലെ 10 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 154 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.